ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടരും സ്വാഗതം. അപ്പം ഞാനിന്നേ കുറച്ച് നാളായിട്ട് വീട്ടിൽ കുറച്ച് ഗോതമ്പ് ഇരിക്കണ്ടേ. അപ്പം ഞാനത് കഴുകിയിട്ട് ഇതേ കണ്ട, അത് കഴുകിയിട്ട് മേലയിൽ ഉണക്കാട്ടിട്ടുണ്ട്. ഇതേ കണ്ട, അങ്ങനെ വെതറി വിരിച്ചിട്ടുണ്ട്. ഗൈസ്, ഞങ്ങളുടെ വീടിൻ്റെ വിറക് പേരുടെ മേലയിലേ ഒരു വലിയൊരു ശീമക്കൊന്ന വളർന്നുണ്ടായിരുന്നു. അപ്പം അത് മിഞ്ഞാന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് സോറി കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ കമ്പുകളൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ തൊലി വെച്ചിന്. അപ്പോൾ എൻ്റെ അച്ഛമ്മയൊക്കെ പറഞ്ഞിട്ടേ നമ്മുടെ ചീമക്കൊന്നയുടെയൊക്കെ തൊലി ഉരിക്കുമ്പോൾ അത് ഉണക്കാട്ട് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടും. അതുകൊണ്ടാണ് തൊലി ഉരിക്കണേ. എന്നിട്ട് ഞാൻ വൈകുന്നേരം ഇപ്പോൾ ഇതേ ഗോതമ്പൊക്കെ വാരിയിട്ടു. എന്നാലും നാളെയും കൂടി എന്നാലും ഒരു പ്രാവശ്യം കൂടി ഇടണം. വെച്ചാൽ അത് മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല, എന്നാലും കുറച്ചുകൂടി ഉണങ്ങാനുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ലൈക്കും ഒരു സബ്സ്ക്രൈബ് ഒന്ന് തരുമോ പ്ലീസ്? സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുമോ? തൊലിയൊക്കെ ചെത്തി വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഇനി ഇവിടെ ഇടണ്ട, അത് ഒതുക്കി വയ്ക്കാന്ന്. പിന്നെ നല്ല മഴക്കാലം വരുന്നുണ്ട്, നേരെ ഇപ്പം ഭയങ്കര മഴക്കാര്. അപ്പം ഞാൻ ഒതുക്കി ഇങ്ങനെ വെച്ചു. അവസാനത്തെ കുറച്ചുകൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ അവിടുത്തെ ഷീറ്റ് ഇട്ട് മൂടി, കാണിച്ചാൽ മഴ പെയ്യുമ്പോൾ കൊള്ളാണ്ടിരിക്കുക. അവിടെയാണെങ്കിൽ ചേട്ടൻ്റെ ഇത് മഴക്കാലം ഇനി ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റില്ല. അപ്പോൾ ചേട്ടൻ ഒന്ന് ക്ലീനാക്കി. ഇതിന് കേസ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള വീടിൻ്റെ പറമ്പ് അവിടെ കണ്ട ചെത്തിപ്പൂവും. അത് ഞങ്ങൾ അവിടുത്തെ ഒരു ശിവൻ്റെ അമ്പലത്തിൽ കൊടുക്കും. കണ്ട മാങ്ങ കണ്ട അത് വന്നിട്ടുള്ളൂ. അതിന് കേസ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കണ്ട, ഫാരി എന്നാണ് അവൻ്റെ പേര്. അതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. ഇതിന് കേസ് ഞാൻ പറഞ്ഞ വിറക് വരെ കണ്ട, ചെറിയ വിറക് വരെയാണ് കണ്ട. ഇത് അച്ഛൻ്റെ വലിയും സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. അച്ഛന് മീൻ പിടുത്തണേ ജോലി. ഇതിന് കേസ് കണ്ട, ഷീറ്റ് കണ്ട വളഞ്ഞിരിക്കുന്നത് കണ്ട. അതിന് ചീമക്കൊന്ന ഞാൻ പറയില്ലേ മുറിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ചീമക്കൊന്ന തന്നെ. പിന്നെ ഞാൻ പറയില്ലേ ടാങ്ക് ക്ലീൻ ആക്കണ്ട. അപ്പം ഞാൻ വെള്ളം വലിച്ചിട്ട് ഇങ്ങനെ തുപ്പിക്കളയായിരുന്നു. ഗൈസ്, ഈ കാണുന്ന പേരമരം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ 3-ലോ 2-ലോ കണ്ട് പഠിക്കുമ്പോഴേ, രണ്ടാമത്തെ ചേട്ടൻ ഇപ്പം ഞാൻ കാണിച്ചത് ചേട്ടൻ, അവൻ 2-ലോ കണ്ട് പഠിക്കുമ്പോൾ പരിസ്ഥിതി ദിനമില്ലേ ജൂൺ 5 അപ്പം കിട്ടിയണേ. അപ്പോൾ വളർത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത്ര ആയിട്ടൊന്നും വളരില്ലാന്ന്. ഇപ്പോൾ കണ്ട ഭയങ്കര വലുതായി. പിന്നെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ തെക്കിലെ വീട്. പിന്നെ ടാങ്കിൻ്റെ കലക്കാണ് ഗൈസ്. അത് ഞങ്ങൾ കഴുകിക്കൊണ്ട് കുറേ അടുത്ത് ഒരു 2 മണിക്കൂർ ഗൈസ്. ഇത്രയും കലക്കുണ്ട് വേണ്ട. കുറേ നേരത്തെ ശേഷം വലിച്ചപ്പോൾ കണ്ട വെള്ളം വന്നു. പിന്നെ ഗൈസ് അവിടെ കിടക്കേണ്ട മറ്റേ തൊലിയെത്തിയതിൻ്റെ കുറേ വേസ്റ്റ് ഉണ്ടായി. അതൊക്കെ എടുത്തതേ അത് ചാക്കിലാക്കി. പിന്നെ നാളെ കൊണ്ട് ഉണക്കാടണം. അപ്പോൾ അതും കൂടി കത്തിക്കാൻ കിട്ടിയില്ല. അപ്പോൾ ഗൈസ് പിന്നെ ഒരു വീഡിയോ കാണാം. ബൈ.